ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ജോർദാൻ ബോർഡർ വരെയുള്ള യാത്രയുടെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം ഞങ്ങളുടെ അനുഭവങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ ശേഖരിച്ച ഇൻഫോർമേഷനും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പോയ പല സ്ഥലങ്ങളും റൂട്ടും റോഡ് മാപ്പും വിസ പ്രോസസ്സിങ്ങും എവിടെയൊക്കെ സ്റ്റേ ചെയ്തു, എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഒരാൾ ഈ വീഡിയോ കണ്ടാൽ അവർക്ക് പോകാനുള്ള ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. സൗദി മൾട്ടിപ്പിൾ വിസ എൻട്രി ഉണ്ടായിരുന്നതിനാൽ, ദുബായിലേക്ക് പോയപ്പോൾ തന്നെ ഞങ്ങൾ എടുത്തിരുന്നതിനാൽ ഇത്തവണ എൻട്രി ടു സൗദി മറ്റു ചിലവുകളൊന്നുമില്ലാതെ നടന്നു. ഒരാളുടെ മൾട്ടിപ്പിൾ എൻട്രി വിസ ടു സൗദി 450 ഖത്തറി റിയാലാണ്. ഖത്തറിൽ നിന്നും സൽവാർ ബോർഡർ കടന്ന് ഞങ്ങൾ ആദ്യം പോയത് ഹൊഫൂഫ് എന്ന സ്ഥലത്തേക്കാണ്. അതുവഴിയാണ് റിയാദിലേക്ക് പോകേണ്ടത്. അവിടെ കണ്ട മലനിരകളും ഗുഹകളും ഞങ്ങൾ ആസ്വദിച്ചു. ജോർദാൻ ബോർഡർ വരെ ഏതാണ്ട് 2000 കിലോമീറ്റർ ഉണ്ട്. 3 പകലും 2 രാത്രിയും ചിലവിട്ടാണ് ഞങ്ങൾ ബോർഡറിൽ എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ റിലാക്സ് ആയിട്ടാണ് ഞങ്ങളുടെ യാത്ര. കുട്ടികൾക്ക് ആവശ്യത്തിന് ചാടാനും മറിയാനും ഉള്ള സമയം ഞങ്ങൾ പലയിടങ്ങളിലും കണ്ടെത്തി. അങ്ങനെ ഹൊഫൂഫിലും ഞങ്ങൾ കുറച്ചു നേരം പാർക്കിൽ ചെലവഴിച്ചു. 8-ാം തീയതി 8 മണിക്ക് ദോഹയിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ ഖത്തർ സൗദി ബോർഡർ കടന്ന് ഏതാണ്ട് 11:30യോടുകൂടി ഹൊഫൂഫിൽ എത്തിച്ചേർന്നു. ഹൊഫൂഫിൽ കുറച്ചു സമയം ചെലവിട്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് റിയാദിലേക്ക് യാത്ര തുടങ്ങി. മരുഭൂമിയിലെ തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് ഹൊഫൂഫ്. ഇവിടം ഒരു ഒയാസിസ് ആണ്. ജലാശയങ്ങളും പച്ചപ്പും വളരെയധികമുള്ള ഒരു സ്ഥലം. ഫാം ഹൗസുകൾ ഇവിടെ വളരെയധികമുണ്ട്. പ്രൈവറ്റ് ഫാം ഹൗസുകൾ നമ്മൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ വിധത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് റിയാദിലേക്ക് ഏതാണ്ട് 4 മണിക്കൂർ ഡ്രൈവ് ഉള്ളത് കൊണ്ട് അധിക സമയം ഞങ്ങൾക്ക് ഇവിടെ ചെലവഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് യാത്ര തിരിച്ചു. എങ്കിലും പോകുന്ന വഴിക്ക് മലനിരകളുടെ ഇടയിൽ നിന്നും 1-2 ഫോട്ടോസ് എടുക്കുവാനായിട്ടുള്ള സമയം ഞങ്ങൾ കണ്ടെത്തി. ഇനി അല്പം നമ്മൾക്ക് ജോർദാൻ വിസയെ കുറിച്ച് സംസാരിക്കാം. ഒരു ജോർദാനി ദിനാർ എന്ന് പറയുന്നത് 5.14 ഖത്തറി റിയാലാണ്. ജോർദാൻ വിസയ്ക്ക് ഏതാണ്ട് 40 ജോർദാനി ദിനാർ, അതായത് 205 ഖത്തറി റിയാൽ വരും. എന്നാൽ ജോർദാൻ പാസ് എന്ന് പറയുന്ന അവിടെയുള്ള എൻട്രി പാസ് എല്ലാം കൂടി ഒരു ജോർദാൻ പാസ് എന്ന് പറയുന്ന വിസയുണ്ട്. അതിന് ഏതാണ്ട് 70 JD വരും, അതായത് 359 ഖത്തറി റിയാൽ. 13 വയസ്സിന് മുകളിലോട്ടുള്ള അഡൾട്ട്സിന് ജോർദാൻ പാസ് അത്യാവശ്യമാണ്. ജോർദാൻ പാസ് എടുത്താൽ നമുക്ക് അവിടെയുള്ള എൻട്രികൾ എല്ലാം ഫ്രീ ആയി ആസ്വദിക്കാൻ പറ്റും. അല്ല എങ്കിൽ അവിടെ എല്ലാം എൻട്രി ഫീ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അഡൾട്ട്സിന്റെ കൂടെ എൻട്രി ഫ്രീ ആണ്. അവർക്ക് വിസ മാത്രം ബോർഡറിൽ നിന്ന് എടുത്താൽ മതിയാകും. ജോർദാൻ പാസ് നേരത്തെ നമ്മൾ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കേണ്ടത് ആവശ്യമാണ്. കാരണം ബോർഡറിൽ അവർ ചോദിക്കുന്നത് അതിന്റെ പ്രിന്റഡ് കോപ്പികളാണ്. ജോർദാൻ പാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതിൻ്റെ കൂടെ ബാപ്റ്റിസം സെന്ററിൽ എൻട്രി ചെയ്യാനുള്ള ഫീസും എക്സ്ട്രാ ആഡ് ചെയ്ത് ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ ബുക്ക് ചെയ്യുമ്പോൾ, ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് ട്രെയിൻ, വാദി റമ്മിലെ ട്രെയിൻ ജേർണി ഫ്രീ ആണ്. എന്നാൽ അത് നമ്മൾ ജോർദാൻ പാസ് എടുക്കുമ്പോൾ അതിനകത്ത് ഡേറ്റും ടൈമും പ്രോപ്പറായിട്ട് കൊടുക്കണം. അതിനനുസരിച്ച് അവരവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഡേറ്റ് മുൻകൂർ കൊടുക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ ട്രെയിൻ ജേർണി തികച്ചും ഫ്രീ ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഒന്നുകൂടി പറയട്ടെ, ജോർദാൻ പാസ് ബുക്ക് ചെയ്യുമ്പോൾ ബാപ്റ്റിസം സൈറ്റിൽ എൻട്രി ചെയ്യാനായിട്ടുള്ള ടിക്കറ്റും വാദി റമ്മില് ട്രെയിൻ ജേർണിക്കുള്ള ടിക്കറ്റും ജോർദാൻ പാസിന്റെ കൂടെ ബുക്ക് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ അതിനുള്ളിൽ ആഡ് ചെയ്യേണ്ടതും ആവശ്യമാണ്.
അങ്ങനെ ഒരു അടിപൊളി മഴയത്തുള്ള ഡ്രൈവ് ഒക്കെ ആസ്വദിച്ചുകൊണ്ട് അതിനിടയിൽ ഞങ്ങൾ മഴയത്ത് തന്നെ വണ്ടിയിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റിയാദിൽ എത്തിച്ചേർന്നു. I would like to emphasize on Jordan visa, known as Jordan Pass once again. Jordan Pass is an online visa which includes entry to almost all the places in Jordan tourist attractions. This also includes a free train travel in Wadi Rum, which I will explain you later. When you fill the form for Jordan Pass, include the entry to baptism center known as Bethany beyond Jordan by adding 8 Jordani dinar to the Jordan Pass. Only adults above 13 years required Jordan Pass. The children under 12 years are free to enter anywhere along with the adults having Jordan Pass. That visa can be taken at any border for 40 Jordani Riyal, that is Qatar Riyal 205. ഏതാണ്ട് 4 മണിയോടുകൂടി റിയാദിൽ എത്തിച്ചേർന്ന് ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ഞങ്ങൾ ചെറുതായി ചായ കുടിച്ചു, ചെറുപടിയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് ഞങ്ങൾ കിങ്ഡം സെന്റർ കാണാൻ പോയി. കിങ്ഡം സെന്ററിൽ നോമ്പായതിനാൽ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു, ആക്റ്റീവ് അല്ലായിരുന്നു. റിയാദിൽ കിങ് ഫഹദ് റോഡിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. Long road with beautiful sceneries. Very nice. ഞങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ നൈറ്റ് ആയതുകൊണ്ടും കിങ്ഡം സെന്ററുകളിലും അവിടെ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഒന്നും അവൈലബിൾ അല്ലായിരുന്നത് കൊണ്ടും ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെന്റിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. രാത്രി അവിടെ നല്ല സുഖമായി ഉറങ്ങി. റിയാദിലുണ്ടായ മറ്റൊരനുഭവം, ഒരു പാത്രത്തിൽ നിന്നും ലിറ്ററലി 1 പ്ലേറ്റ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിച്ചു എന്നുള്ളതാണ്. അത് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. എല്ലാവരും കൂടി ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അന്ന് രാത്രി നല്ല സുഖമായി ഉറങ്ങി. 2-ാം ദിവസം രാവിലെ ഞങ്ങളുടെ യാത്ര റിയാദിൽ നിന്നും ഹെയിൽ എന്ന സ്ഥലത്തേക്കാണ്. റിയാദിൽ നിന്നും ഖസീം വഴി ഏകദേശം 625 കിലോമീറ്റർ ദൂരെയാണ് ഹെയിൽ എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. 1001 രാവുകൾ എന്ന അറേബ്യൻ കഥകളിലുള്ള കവി ഹാത്തിം അത്തായി ജീവിച്ചിരുന്ന അറേബ്യയിലെ സ്ഥലം കൂടിയാണ് ഹെയിൽ. ഹാമിദിനേക്കാൾ ഉദാരമനസ്കൻ എന്ന അറേബ്യൻ ചൊല്ലുപോലും അദ്ദേഹത്തിന്റെ വിശാല ഹൃദയത്തിന്റെ അടയാളമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് സിനിമകളും TV പരമ്പരകളും ഇന്ത്യയിലടക്കം വന്നിട്ടുണ്ട്. ഇവിടെ പ്രധാനമായും വളരെ വർഷങ്ങൾ പഴക്കമുള്ള കോട്ടകൾ ഉണ്ട്. രാവിലെ 8 മണിയോടുകൂടി റിയാദിൽ നിന്നും ഇറങ്ങിയ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനൊക്കെ ശേഷം ഏതാണ്ട് 3:30-4 മണിയോടുകൂടി ഹെയിൽ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. റിയാദിൽ നിന്നും ഹെയിലിലേക്കുള്ളത് ഒരു നീണ്ട യാത്രയായിരുന്നു. എങ്കിലും പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും മലകളും വഴിയുമെല്ലാം അതിമനോഹരമായി അലങ്കരിച്ച് കാണാൻ നല്ല ഭംഗിയായി ആസ്വദിച്ചു പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ്. റിയാദിൽ നിന്നും ഹെയിലിലേക്ക് പോകുന്ന വഴി അതിശക്തമായ പൊടിക്കാറ്റ് വീശുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. റിയാദിനും ഹെയിലിനും ഇടയിലുള്ള ഒരു പ്രധാന സ്ഥലമാണ് ബുരൈദ. അൽ ഖാസിം പ്രൊവിൻസിന്റെ ക്യാപിറ്റൽ കൂടിയാണ് ബുരൈദ. അഗ്രികൾച്ചർ ആണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. അൽമറായിയുടെ ഒക്കെ നിരവധി ഗോഡൌണുകളും ട്രക്കുകളും എല്ലാം ഞങ്ങൾ അവിടെ കാണുകയുണ്ടായി. ഓൺ ദ വേയിൽ നമുക്ക് ജോർദാനെ കുറിച്ചും കുറച്ച് സംസാരിക്കാം. ഞങ്ങൾ 5 രാത്രിയും സ്റ്റേ ചെയ്തത് 5 സ്ഥലങ്ങളിലാണ്. അത് ആദ്യമേ ഞങ്ങൾ എൻട്രി ആയത് അമ്മനിലേക്കാണ്. അമ്മനിൽ ഒരു രാത്രി സ്റ്റേ ചെയ്തു. അതിനുശേഷം മധുബയിലേക്ക് പോയി. മധുബയ്ക്ക് ശേഷം പെട്ര,
അത് കഴിഞ്ഞ് വാദി റം, അതിനുശേഷം അക്ബ. ഇങ്ങനെ 5 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്നും ആ സ്ഥലങ്ങൾ കാണാൻ പോവുകയായിരുന്നു. അമ്മനിൽ പ്രധാനമായും കാണാനുള്ളത് റോമൻ തിയേറ്ററും അമ്മൻ സിറ്റാഡലുമാണ്. അതിനുശേഷം അമ്മനിലൂടെയുള്ള ഒരു ഡ്രൈവ് നല്ല ഫീല് തരും. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ജെറാഷിലെ സിയൂസ് ടെമ്പിളും അജിലൂൺ കാസിലും കാണാൻ പുറപ്പെട്ടു. ഹെയിലിലേക്കുള്ള യാത്രയിൽ കുറേ ദൂരം റെയിൽവേ ട്രാക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രെയിൻ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഒരു ഗുഡ്സ് ട്രെയിൻ കാണാനിടയായത്. റിയാദിൽ നിന്നും ഹെയിലിലേക്കുള്ള റോഡിന്റെ സ്പീഡ് ലിമിറ്റ് 140 ആണ്. വീണ്ടും ജോർദാനെ കുറിച്ച് അല്പം സംസാരിക്കാം. ആദ്യത്തെ ദിവസം തന്നെ വൈകിട്ട് ഞങ്ങൾ അജിലോണിൽ നിന്നും പോയത് മദ്ബ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ രാത്രിയിൽ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം വിസിറ്റിംഗ് സെന്റർ ആണ് ഞങ്ങളുടെ ലക്ഷ്യം. വിസിറ്റിംഗ് സെന്ററിൽ ചെന്നാൽ അവിടെ എല്ലാ ചർച്ചുകളും വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് ഒരു റൗണ്ട് വിതിൻ 1 or 2 hours നടന്ന് കണ്ട് തിരിച്ചെത്താൻ പറ്റും. മദബായിൽ പിന്നെ വിസിറ്റ് ചെയ്തത് മൗണ്ട് നെബോയാണ്. അതിനുശേഷം ഞങ്ങൾ ബാപ്റ്റിസം സെന്ററിലേക്കും അവിടുന്ന് ഡെഡ് സീയിലേക്കുമാണ് അന്നത്തെ യാത്ര. അങ്ങനെ 5.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ റിയാദിൽ നിന്നും ഹെയിലിലെത്തി. ഹെയിൽ അതിമനോഹരമായ മലനിരകളോടുകൂടിയ ഒരു സ്ഥലമാണ്. ഹെയിൽ എന്ന നഗരത്തിലൂടെയുള്ള ഡ്രൈവ് തന്നെ അതിമനോഹരമായി ഞങ്ങൾക്ക് തോന്നി. ആ കാണുന്നതാണ് അൽ സമറ മൗണ്ടെയിൻ. ഇവിടുത്തെ റൗണ്ട് അബൌട്ടുകളെല്ലാം നല്ല അതിമനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഹെയിലിൽ ഞങ്ങൾ നേരെ പോയത് അരിഫ് ഫോർട്ടിലേക്കാണ്. പുരാതന കോട്ടകളിൽപ്പെട്ട കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണിത്. 17-ാം നൂറ്റാണ്ടിൽ, അതായത് 400 വർഷം മുൻപ് അൽ അലി ഫാമിലി നിർമ്മിക്കുകയും അൽ റാഷിദ് ഭരണകർത്താക്കൾ വിപുലീകരിക്കുകയും ചെയ്ത കോട്ടയാണിത്. ഇറാഖ് ബോർഡർ മുതൽ വാദി ദവാസിൽ വരെയുള്ള പ്രദേശത്തെ ഭരിച്ചിരുന്നവരാണ് ഈ കുടുംബം. അരിഫ് ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ പോയത് അൽ സമറ മൗണ്ടെയിൻ കാണാനാണ്. 5-6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഹെയിലിലെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ പാർക്കിൽ കളിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ജെയ്തനാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് കളിക്കാൻ പോയത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രക്കിടയിൽ ഇതുപോലെയുള്ള ചെറിയ ആക്ടിവിറ്റികൾ കുട്ടികൾക്ക് നല്ലതാണ്. $25 ഒരു വാഹനത്തിന് മൗണ്ടനിലേക്കുള്ള എൻട്രി ഫീ. മുകളിൽ പാർക്കിങ്ങിൽ ചെന്നാൽ അവരുടെ വാഹനത്തിൽ നമ്മളെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകും. മുകളിൽ നിന്നും ഹെയിൽ എന്ന നഗരം കാണാൻ അതിമനോഹരമാണ്. അവിടെ കാണുന്നതാണ് റെസ്റ്റോറന്റ്. അവിടേക്ക് എത്തുവാൻ നമുക്ക് അവരുടെ കാറിൽ തന്നെ പോകേണ്ടി വരും. ഒരു പക്ഷി കാറ്റ് ആസ്വദിച്ച് അവിടെ പറന്ന് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന കാഴ്ച ഞങ്ങളെ എല്ലാവരെയും അതിശയപ്പെടുത്തി.
ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞ് നേരത്തെ ഹെയിലിൽ എത്താൻ സാധിച്ചതിനാലും അവിടുത്തെ അന്നത്തെ പരിപാടികൾ വളരെ വേഗം തീർന്നതിനാലും ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ജൗഫിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. ഏതാണ്ട് 3.5 മണിക്കൂറാണ് യാത്ര. അവിടെയാണ് രണ്ടാമത്തെ രാത്രിയിലെ ഉറക്കം തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാം ദിവസത്തെ സൂര്യാസ്തമയം ഓൺ ദ വേ ടു ജൗഫ് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി. രാത്രി ഡ്രൈവിംഗിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ നേരിട്ടില്ല. എങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമുണ്ട്. കാറിന്റെ ലൈറ്റ് അല്ലാതെ ഒരു പ്രകാശവും ഒരു ലൈറ്റും ഒരു 3 മണിക്കൂറിലേക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. കാറിന്റെ മുമ്പിലുള്ള ആ ലൈനുകൾ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. 3 മണിക്കൂർ ഇരുട്ടിലൂടെ യാത്ര ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെ 3.5 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നത് അൽ ജൗഫിലെ ദുമ അൽ ജണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ലൈറ്റ് കണ്ടപ്പോൾ കണ്ണിനുണ്ടായ കുളിർമ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ സിറ്റി. നമുക്ക് സക്കാക്ക വരെ പോകേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ തിരിച്ച് ജോർദാനിലേക്ക് പോകേണ്ടത് കൊണ്ട് ദോമ എന്ന് പറയുന്ന സ്ഥലത്ത് അക്കോമഡേഷൻ ലഭിച്ചതിനാൽ നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയായിരുന്നു. അഡോമറ്റോ എന്നു പേരുള്ള ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റിലാണ് അന്ന് രാത്രി ഞങ്ങൾ തങ്ങിയത്. ദോമത്ത് അൽ ജന്തനിൽ കുന്നിൽ മുകളിൽ ഒരു വശത്തായി തല ഉയർത്തി നിൽക്കുന്ന കോട്ടയാണ് മരിദ് കോട്ട, അല്ലെങ്കിൽ മരിദ് കാസിൽ. AD 2-ാം നൂറ്റാണ്ടിന് മുമ്പും ഈ കോട്ടയ്ക്ക് ചരിത്രങ്ങൾ ഉണ്ടെന്ന് കാണപ്പെടുന്നു. കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ചതും എപ്പോഴും ലഭ്യതയുള്ളതുമായ ഒരു കിണറും ഒന്നിൽ കൂടുതൽ നിലകളുള്ള കെട്ടിടങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കാസിലാണ് ഇത്. ഇതെല്ലാം അതിമനോഹരമായി മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ദോമയിലെ അടുത്ത കാഴ്ചയാണ് തടാകം. അങ്ങോട്ടുള്ള വഴി കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടിയെങ്കിലും ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ദോമത്ത് അൽ ജന്തലിലൂടെയുള്ള യാത്രയും അതിമനോഹരമായിരുന്നു. ചെറിയ ചെറിയ റോഡുകളും സൈഡിൽ കൂടിയുള്ള മലനിരകളും വെള്ളച്ചാലുകളും എല്ലാം ഞങ്ങളുടെ യാത്ര മനോഹരമാക്കി. മരുഭൂമിക്ക് നടുവിൽ ഇത്ര വിശാലതയിൽ ഒരു തടാകം കാണുന്നത് തന്നെ ഒരു കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. വിനോദസഞ്ചാരികൾക്കായി പാർക്കും ബോട്ടിങ്ങും ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ചെന്നപ്പോൾ അത് ടെമ്പററി ക്ലോസ്ഡ് ആയിരുന്നു. എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനുള്ളിൽ. അതുകൊണ്ട് തന്നെ അവിടെ അടുത്ത് കണ്ട ഒരു ഹില്ലിന്റെ മുകളിൽ കയറി ലേക്ക് കാണാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു വശത്ത് തടാകവും മറുവശത്ത് നഗരവുമായിട്ടുള്ള ദോമയുടെ കാഴ്ച ഞങ്ങളെ അമ്പരപ്പിച്ചു. ഇവിടെ നിന്നും ഏതാണ്ട് 350 കിലോമീറ്റർ ആണ് ജോർദാൻ ബോർഡർ വരെയുള്ളത്.
ഏതാണ്ട് 1 മണിക്കൂർ സമയം ജോർദാൻ ബോർഡർ ക്രോസ് ചെയ്യാൻ എടുക്കുമെന്നും ഞങ്ങൾ അറിഞ്ഞു. വീണ്ടും ഒരു 1-2 മണിക്കൂറോളം യാത്ര ചെയ്താണ് അമ്മനിലെത്തുക. ജോർദാൻ പാസിനെ കുറിച്ചും വിസയെ കുറിച്ചും ഒക്കെയുള്ള വിവരണം ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് 3 പേർക്കുള്ള ജോർദാൻ പാസ് ആണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്കുള്ള 3 പേർക്കുള്ള വിസ ബോർഡറിൽ നിന്നും ഞങ്ങൾക്ക് എടുക്കണം. അവർക്ക് 12 വയസ്സിൽ താഴെയായതിനാൽ ജോർദാൻ പാസിന്റെ ആവശ്യമില്ല. അങ്ങനെ ദോമത്ത് അൽ ജണ്ടലിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ജോർദാനിലേക്ക് യാത്രയായി. ഇവിടുന്ന് ഏതാണ്ട് 4 മണിക്കൂർ യാത്ര. അതിനിടയിൽ ജോർദാനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. 1-ാമത്തെ ദിവസം അമ്മനിലും 2-ാമത്തെ ദിവസം മദബയിലും താമസിച്ചതിനെ കുറിച്ച് ഓൾറെഡി ഞങ്ങൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി അടുത്ത 3-ാമത്തെ ദിവസത്തെ ഞങ്ങളുടെ എക്സ്പ്ലോർ ചെയ്യുന്നത് പെട്ര എന്ന സ്ഥലമാണ്. പെട്രയിൽ അധികം നടന്നു കാണാനുള്ളത് കൊണ്ട് അതിരാവിലെ പോകുന്നതാണ് ഏറ്റവും ഉചിതം. പെട്രയിൽ നിന്നും ഉച്ചഭക്ഷണത്തിന് ശേഷം വാദി റം എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ 4-ാമത്തെ ദിവസം വാദി റമ്മിലും 5-ാമത്തെ ദിവസം അക്കാബയിലും ഞങ്ങൾ ചെലവഴിച്ചു. അങ്ങനെ ടോട്ടൽ 5 ദിവസമാണ് ഞങ്ങൾ ജോർദാനിൽ ചെലവഴിച്ചത്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫോർമേഷൻ ഇനി വരുന്ന വീഡിയോയിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യാത്രക്കിടയിൽ റെസ്റ്റോറൻറ്റുകളും പെട്രോൾ സ്റ്റേഷനും എല്ലാം സുലഭമായുണ്ട്. എങ്കിലും ഒരു ഹാഫ് ടാങ്ക് പെട്രോൾ ആകുമ്പോൾ അടുത്ത പെട്രോൾ സ്റ്റേഷനിൽ അടിക്കുന്നത് തന്നെയാണ് ഉചിതം. ഞങ്ങളുടെ ദോഹയിൽ നിന്നും തിരിച്ച് ദോഹ വരെയുള്ള യാത്രയിൽ ഏതാണ്ട് 5450 കിലോമീറ്റർ വണ്ടി ഓടുകയും 2500 റിയാലിന്റെ പെട്രോൾ ഉപയോഗിക്കുകയും ചെയ്തു. ഈ യാത്രയുടെ ലൊക്കേഷൻസും വെബ്സൈറ്റും അതിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. ജോർദാനിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കാലാവസ്ഥയും മേഘങ്ങളും എല്ലാം കണ്ടപ്പോൾ അങ്ങോട്ട് ചെല്ലാനായിട്ടുള്ള ഞങ്ങളുടെ ആകാംക്ഷ വർദ്ധിച്ചു എന്നുള്ളതാണ് സത്യം. ജോർദാനിൽ പെട്രോളിന് സൗദിയിലെ കഴിഞ്ഞും വില കൂടുതലായത് കാരണം ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്ന കാഴ്ച കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങളും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ട് തന്നെയാണ് ജോർദാൻ ബോർഡർ ക്രോസ് ചെയ്യാൻ തീരുമാനിച്ചത്. സൗദിയിൽ നിന്നും എക്സിറ്റ് അടിച്ച് ബോർഡർ കടന്നു കഴിഞ്ഞാൽ ജോർദാനിൽ പ്രവേശിച്ച് ഇമിഗ്രേഷനിൽ ജോർദാൻ പാസ് കൊടുക്കണം, കുട്ടികളുടെ വിസ എടുക്കണം, കാറിന് ഇൻഷുറൻസ് എടുക്കണം, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. ഇത്രയും പരിപാടികളാണ് ജോർദാൻ ഇമിഗ്രേഷനിൽ നമുക്ക് ചെയ്യേണ്ടത്. ജോർദാൻ പാസ് 75 JD, കുട്ടികളുടെ വിസ 40 JD, കാർ ഇൻഷുറൻസ് 36 JD, കസ്റ്റംസ് ഡ്യൂട്ടി 30 JD. ഇത്രയുമാണ് അവിടുത്തെ ചാർജ്.
ജോർദാൻ ബോർഡറിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ ജോർദാന്റെ ബോർഡർ കാണാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് ഇത് കോണ്ടാക്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ മറ്റു വിവരങ്ങളും ലൊക്കേഷൻസും വെബ്സൈറ്റും എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്.